ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു സിൻഡീസ് വ്ളോഗ്സ്. ഇന്ന് നമ്മൾ ഒരു പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മുട്ടപ്പത്തിരി എന്നാണ് അതിൻ്റെ പേര്. ഇതിന് നമുക്ക് ഒരു കപ്പ് മൈദയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിലോട്ട് ഒരു കപ്പോളം പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തണുത്ത പാലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അതിനുശേഷം കുറച്ച് ഒരു നുള്ളു ഉപ്പും ഒരു മുട്ട പൊട്ടിച്ച് അതിലോട്ട് ഒഴിക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിക്കണം. ഞാനൊരു വിസ്ക് ഉപയോഗിച്ചിട്ടാണ് യോജിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇച്ചിരി വെള്ളം കുറവായിട്ട് തോന്നി പാല് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളമായാലും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ ഒരു ലൂസ് കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു ദോശ ബാറ്ററിനേക്കാളും ഇച്ചിരി കൂടി ലൂസായിട്ടിരിക്കുന്നതാണ്. എന്നിട്ട് നമുക്കൊരു ദോശ ഉണ്ടാക്കുന്ന പരുവത്തിൽ കിട്ടണം കേട്ടോ. അപ്പം ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലത്തേക്ക് ഫില്ലിങ്ങിന് ഞാനൊരു കപ്പ് തേങ്ങ ചിരണ്ടിയതും അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണോ 1 ടേബിൾ സ്പൂണോ നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ചതും ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് ഒരു ദോശക്കല്ലിലോട്ട് കുറച്ച് എണ്ണ തടവിയിട്ട്, ആദ്യത്തേന് മാത്രം ഇച്ചിരി എണ്ണ തടവിയാൽ മതി കേട്ടോ. പിന്നെ ബാക്കിയൊക്കെ ഒന്നും തടവണമെന്നൊന്നുമില്ല, എണ്ണ തടവണമെന്നൊന്നുമില്ല, തനിയെ ആയിക്കോളും. അത് ചട്ടി ചൂടാകുമ്പോഴത്തേനും ഇച്ചിരി ദോശമാവ് ഒഴിക്കുന്ന പോലെ തന്നെ നമുക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ട്, മൈദ കൂട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് പരത്തിയെടുക്കാം. കുറച്ച് സെക്കൻഡ്സിനുള്ളിൽ തന്നെ അത് റെഡിയായി കിട്ടും. എന്നിട്ട് മറിച്ചൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കെടുക്കാം. മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചിട്ട് നമുക്കെടുക്കാം. അങ്ങനെ നമുക്ക് എല്ലാ മൈദ കൂട്ടും നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും ഇത്. ഞാനിപ്പോൾ എല്ലാം ദോശയും ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. നമ്മളുടെ തേങ്ങ കൂട്ട്, തേങ്ങയും പഞ്ചസാരയും ഏലക്കയും കൂടി ഇട്ട് വെച്ചേക്കുന്ന കൂട്ട് ഇതിലോട്ട് ഓരോ സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുക. ഒരു സൈഡിലായിട്ട്, ദോശയുടെ സൈഡിലായിട്ട് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് റോൾ ചെയ്തിട്ട് എടുക്കാം. ഈ പലഹാരം മുമ്പ് പെണ്ണ് കാണാൻ വരുമ്പോൾ കൊടുക്കുന്ന പലഹാരമാണെന്ന് പറയാറുണ്ട്. ഇപ്പം പിള്ളേർക്കൊക്കെ ചില വീടുകളിലൊക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ടാവും. ഇത് എൻ്റെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളിവിടെ ചെയ്യാറുണ്ട്. അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് എളുപ്പത്തിൽ തന്നെ വൈകുന്നേരം ടിഫിനൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. കുട്ടികൾക്കാണെങ്കിലും അത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ എളുപ്പത്തിൽ. അപ്പോൾ തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. താങ്ക് യു ഫോർ വാച്ചിങ്.